മോർണിംഗ് ഓൾ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ആ 2 ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠത്തിലെ ആദ്യത്തെ 2 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മളവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 3ാമത്തെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച 1-2 കാര്യങ്ങളും ഇനി നമ്മുടെ ഈ ആക്ടിവിറ്റി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 1-2 കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ ആകെ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് എന്തായിരുന്നു? എക്സ് പ്ലസ് എയും അതുപോലെ തന്നെ എക്സ് പ്ലസ് ബിയും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പൊ അതിനൊരു ഉദാഹരണം കൂടി നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന 2 ഒന്നാം കൃതി ബഹുപദങ്ങളെ ഗുണിച്ചപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 3 അല്ലേ? സോ എക്സ് സ്ക്വയർ പ്ലസ് 2 3 കൂടി കൂട്ടിയാൽ 5x പ്ലസ് 2 ഇൻറ്റു 3 6 ആണല്ലോ. അപ്പൊ എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 3ഉം കൂടി ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്ന് പറയുന്ന ഒരു ബഹുപദം കിട്ടിയില്ലേ? ഈ ഗുണിച്ച 2 ബഹുപദങ്ങളുടെയും പ്രത്യേകത എന്താ? 2 ബഹുപദങ്ങളും ഒന്നാം കൃതി ബഹുപദങ്ങളാണ്. കാരണം ഇവിടെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ? അപ്പൊ എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന 2 ഒന്നാം കൃതി ബഹുപദങ്ങളെ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു? ഒരു 2ാം കൃതി ബഹുപദമാണ്. അപ്പൊ 2 ഒന്നാം കൃതി ബഹുപദങ്ങളെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 2ാം കൃതി ബഹുപദം കിട്ടും. കിട്ടില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടില്ലേ? അപ്പൊ ഈ 10ന്റെ ഘടകങ്ങളാണ് ആരൊക്കെ? 5ഉം 2ഉം ആണല്ലോ. അതേപോലെ ഇവിടെ ഒരു 2ാം കൃതി ബഹുപദമാണ് കിട്ടിയത് 2 ഒന്നാം കൃതി ബഹുപദങ്ങളെ തമ്മിൽ ഗുണിച്ചപ്പോ. അപ്പോ ഈ 2ാം കൃതി ബഹുപദത്തിന്റെ ഘടകങ്ങളാണ് ആരൊക്കെ? എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 3ഉം. ഓക്കെ, അപ്പോൾ 2ാം കൃതി ബഹുപദത്തിന്റെ ഘടകങ്ങളാണ് ആ ഗുണിക്കുന്ന 2 ഒന്നാം കൃതി ബഹുപദങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ ഒരു 2ാം കൃതി ബഹുപദം തന്നിട്ട് അതിനെ ഘടകങ്ങളാക്കി എഴുതാനുള്ള ചോദ്യങ്ങളാണ് വരിക. ഓക്കെ, ഒരു 2ാം കൃതി ബഹുപദം തന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാനുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഓരോന്നായിട്ട് ഇനി ചെയ്തു നോക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആദ്യം എഴുതി നോക്കാം. ഓക്കെ, അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഓക്കെ, ഇതാണ് നമ്മളുടെ തന്നിട്ടുള്ള 2ാം കൃതി ബഹുപദം എന്ന് വിചാരിക്കുക. അപ്പോ നമ്മൾ നേരത്തെ നമ്മളുടെ ഫോം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഇതാണ് നമ്മുടെ ഫോം ആണല്ലോ. ഇനി നോക്കുക, ഇതിൽ ഈ എ പ്ലസ് ബി എന്ന് എഴുതിയ ഭാഗത്ത് 5 ആണ് കിടക്കുന്നത് അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് എക്സ് കിടക്കുന്നുണ്ട്, എ പ്ലസ് ബിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 5 ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ എ ബി എന്ന് എഴുതിയോടത്ത് എന്ത് കിടക്കുന്നുണ്ട്? 6ഉം കിടക്കുന്നില്ലേ? അപ്പൊ ആയതുകൊണ്ട് എ പ്ലസ് ബി സമം നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. അതുപോലെ തന്നെ എ ബി സമം നമുക്ക് എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി എ ബി സമം 6 എന്ന് വന്ന സ്ഥിതിക്ക് ഈ 6ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ് നോക്കാം. 6ന്റെ ഘടകങ്ങൾ ആരൊക്കെയാ? 1 വരും, 2 വരും, 3 വരും, 6 വരും. ഇങ്ങനെ 4 ഘടകങ്ങളാണ് 6നുള്ളത് അല്ലെ? 1 വരും, 2 വരും, 3 വരും, 6 വരും. അങ്ങനെ 4 ഘടകങ്ങളാണ് 6 എന്ന് പറയുന്ന സംഖ്യക്കുള്ളത്. ഇനി എ ബി സമം 6 എന്നാണ് കിടക്കുന്നത്. അതായത് 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 6 കിട്ടണം. അങ്ങനെ വരുന്ന പോസിബിലിറ്റീസ് ഇവിടെ ആരൊക്കെയാ വരുന്നത്? ഒന്ന് നോക്കിയേ, ഏതൊക്കെയാ വരിക? 1 ഇൻറ്റു 6 വരും. അപ്പൊ 1ഉം 6ഉം എന്താണ്? നമുക്ക് പെയറാക്കാം. അതുപോലെ തന്നെ ആരുണ്ട്? 2 ഇൻറ്റു 3 എന്താണ്? 6 ആണ്. അപ്പൊ 1 ഇൻറ്റു 6ഉം വരാം, 2 ഇൻറ്റു 3ഉം വരാം. ഇനി നോക്കുക, ആ 2 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 5 കിട്ടണം. നോക്കിയേ, 1ഉം 6ഉം കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടുക?
7 കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് വരാൻ പറ്റില്ല? 1 മാറും വരില്ല. പിന്നെ ആരാ വരിക? 2 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അപ്പൊ ആയതുകൊണ്ട് നമുക്കിവിടെ 2ഉം 3ഉമാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഘടകങ്ങളായിട്ട് ആരെഴുതാം? x+2 ഇൻറ്റു x+3. ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ എന്ത് വരിക? x² + 5x + 6 എന്ന രണ്ടാം കൃതി ബഹുപദത്തിന്റെ ഘടകങ്ങൾ. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. എന്താണ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് കിടക്കുന്ന ചോദ്യം ഏതാ? x² + x - 6 ഇതല്ലേ കിടക്കണത്. ഇതിൽ നോക്കിയിട്ട് പറയാ എന്താണ് a+b, അതുപോലെ തന്നെ എന്താണ് ab. നമ്മളുടെ ഫോം എന്താന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് നമ്മുടെ ഫോം? x² + a+b ഇൻറ്റു x + ab എന്നതുള്ളതാണ് നമ്മുടെ ഫോം. ഇതിൽ a+bന്റെ സ്ഥാനത്ത് ഇവിടെ ആരെങ്കിലും കാണാനുണ്ടോ? ഇവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ആരുണ്ടാവും? 1 ഉണ്ടാവും കേട്ടോ. അപ്പൊ a+b = എന്താണ്? 1. അതുപോലെ തന്നെ ab-ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കണത്? -6 ആണ്. ab-ന്റെ സ്ഥാനത്ത് ആരാ കിടക്കണത്? -6. ഇനി 6ന്റെ ഘടകങ്ങൾ ഒന്നുകൂടി എഴുതാം. ഏതാ 6ന്റെ ഘടകങ്ങൾ? 1, 2, 3, 6. ഇതിൽ വരാവുന്ന സാധ്യതകളും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ഉം 6ഉം ആവാം, 2ഉം 3ഉം ആവാം. ഇത് ഏതെങ്കിലും ഒന്നേ, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ ആണല്ലോ. ഇനി അതിന്റെ സൈനുകളും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ 2 സംഖ്യകൾ ഗുണിച്ചാൽ -6 കിട്ടുന്നത്. 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ മൈനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 2 സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടോ നോക്കുക. ഇവിടെ 1 -6 വരില്ല. 1ഉം -6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ -5. ഇനി -1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക? 5. അതിനും പോസിബിലിറ്റി ഇല്ല. ഇനി 2 - 3. 2 - 3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 2 + -3 ചെയ്ത് കഴിഞ്ഞാൽ -1 അല്ലെ. അപ്പൊ ആദ്യത്തെ നമുക്കൊന്ന് എഴുതി വെക്കാം. -1 + 6 എന്ന് പറയുന്നത് 5. 1 + -6 എന്ന് പറയുന്നത് എന്താണ്? -5. ഇനി 2 + -3 എന്ന് പറയുന്നത് -1. ലാസ്റ്റ് വൺ -2 + 3 എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പൊ -2ഉം 3ഉമാണ് നമ്മളുടെ ഫാക്ടേഴ്സ് വരിക. നമുക്ക് നോക്കാം. x - 2ഉം വരും, അതുപോലെ തന്നെ x + 3ഉം വരും. ഇത് രണ്ടുമാണ് നമ്മളുടെ ഫാക്ടേഴ്സ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ആരാ കിടക്കുന്നത്? x² - x - 6. ഓക്കെ, നമുക്കിവിടെ എഴുതാം x² - x - 6. ഇതിലെ a+b എന്ന് പറയുന്നത് എന്താ? -1. ab എന്ന് പറയുന്നത് എന്താ? -6. വീണ്ടും 6ന്റെ ഘടകങ്ങൾ 1, 2, 3, 6. 1നെയും 3നെയും നമുക്ക് എടുക്കാം. 1നെ 6നെ എടുക്കാം, അതുപോലെ തന്നെ 2നെയും 3നെയും എടുക്കാം. എടുത്തൂടെ? ഇതില് ഗുണിക്കുമ്പോ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് -6 ആയ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. നമുക്ക് നോക്കാം. 1ഉം 6ഉം നോക്കാം. -1ഉം എന്ത് ചെയ്യാണ്? +6, 5 വരിക. ഇനി 1 + -6 എന്താ വരിക? -5. പിന്നെ 2 + -3. 2 + -3 എന്ന് പറയുന്നത് എന്താ? -1. ഈ -1 അല്ലേ നമുക്ക് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഏതൊക്കെയായിരിക്കും നമ്മളുടെ സംഖ്യകള്? x + 2ഉം അതുപോലെ തന്നെ x - 3ഉം. ഇത് രണ്ടുമായിരിക്കും തന്നിരിക്കുന്ന രണ്ടാം കൃതി ബഹുപദത്തിന്റെ ഘടകങ്ങൾ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തു നോക്കല്ലേ. ഇതാ നമ്മളുടെ ചോദ്യം എവിടെയാ? x² + 7x + 6 ആണ് അടുത്ത് കിടക്കുന്നത് അല്ലെ. x² + 7x + 6. ഇതിലെ മൂന്നാമത്തെ ചോദ്യമാണ്. a+b എന്ന് പറയുന്നത് 7. അതുപോലെ തന്നെ ab എന്ന് പറയുന്നത് എന്താണ്? 6. ഇതേപോലെ നമ്മൾ 6ന്റെ ഘടകങ്ങൾ എഴുതുകയാണെങ്കിൽ 1, 2, 3, 6 ഇത്രയും ഘടകങ്ങളാണ് വരിക അല്ലെ. ഇനി ഇതില് 1ഉം 6നെയും നമുക്ക് പെയർ ചെയ്യാം, അതുപോലെ തന്നെ 2നെയും 3നെയും പെയർ ചെയ്യാം.
രണ്ട് സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 1 × 6 എത്രയാണ്? 6ആണ്. 1ഉം 6ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 7ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. x+1 × x+6 ആണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നാലാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ആ നാലാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. x² - 7x + 6. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചോദ്യം. ഓക്കെ ആണല്ലോ. സോ